നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. മാസം 3000 രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചേരും. ഒരു വീട്ടിലെ ഒന്നിലധികം ആൾക്കാർക്കും ഈ സഹായം ലഭിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യണേ. സർക്കാർ സർവീസുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്തവർക്ക് വാർദ്ധക്യകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം ആരോഗ്യ മാൻധൻ യോജന അഥവാ PMSYM എന്ന പെൻഷൻ പദ്ധതി. ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണിത്. പ്രതിമാസ വരുമാനം 20,000 രൂപയിൽ താഴെ നിൽക്കുന്ന 18നും 40നും ഇടയിൽ പ്രായമുള്ള അസംഘടിത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതി. രാജ്യത്തെ 42 വിഭാഗങ്ങളിലേക്കുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും ചുമട് തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വീട്ടുജോലികൾ ചെയ്യുന്നവർ, കൃഷിപ്പണി ചെയ്യുന്നവർ എന്നിങ്ങനെ സമാനമായ തൊഴിലുകൾ ഏർപ്പെടുന്നവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്ക് എല്ലാ മാസവും 3000 രൂപ വീതം നൽകും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്ക് എല്ലാ മാസവും 3000 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്നതിന് അധിക നിബന്ധനകളൊന്നും തന്നെ ഇല്ല. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാം. അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ പ്രധാനമായിട്ടും വേണ്ടത്. 18നും 40നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരായ അസംഘടിതരായ തൊഴിലാളികൾക്കാണ് ഈ ഒരു പെൻഷൻ തുക ലഭിക്കുക. APL BPL വ്യത്യാസമില്ലാതെ തന്നെ പദ്ധതിയിൽ ചേരാവുന്നതാണ്. മാസവരുമാനം 20,000 രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. NPS പെൻഷൻ പദ്ധതി, EPFO അല്ലെങ്കിൽ ESIC തുടങ്ങിയവയിൽ ഒന്നും അംഗമല്ലാത്ത ആൾക്കാർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക. തൊഴിലാളികൾ പദ്ധതിയിൽ ചേരുന്ന അവരുടെ പ്രവേശന പ്രായം അനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ അംശദായം അടയ്ക്കണം. അതിനൊപ്പം കേന്ദ്ര സർക്കാരും തുല്യമായ തുക നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക ലഭിക്കുന്നത്. അതായത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ആയതിനാൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നിക്ഷേപിക്കും. 18 വയസ്സിലാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 55 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. 29-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 100 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി 40 വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം 200 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ 200 രൂപ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് പദ്ധതി ചേരുന്ന പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട അംശദായത്തിൽ വ്യത്യാസമുണ്ടാകും. ഇത്തരത്തിൽ 60 വയസ്സിന് ശേഷം പെൻഷനായി പ്രതിമാസം 3000 രൂപ എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കും. തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്ന് കൊണ്ടുപോകാം. 10 വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നുണ്ടെങ്കിൽ അവസരമുണ്ട്. നിങ്ങൾ അടച്ച തുക തിരികെ 10 വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ ബാങ്ക് പലിശ അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പദ്ധതിയിൽ ചേർന്നതിന് ശേഷം ആദ്യത്തെ അംശദായ തുക നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. പദ്ധതിയിൽ അംഗമാവാൻ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളൊക്കെ സമീപിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ സമ്മാനം വീണ്ടും വരികയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ്. ഇത് മാത്രമല്ല, ഇപ്രാവശ്യ സമ്മാനമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുക. കാർഷിക ഉപകരണങ്ങൾ, നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ഉൽപ്പന്നങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കിസാൻ സമ്മാൻ പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ന്യൂ ഇയറിലാണ് ഇതിന്റെ വിതരണം ആരംഭിക്കുക. അതായത് 2026 ജനുവരി മാസത്തിലായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക. നിലവിൽ 21 ഗഡുക്കളിലൂടെ 42,000 രൂപയാണ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞത്. ഈ തുകയിൽ നിന്നും തന്നെ തിരിച്ചടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സൗജന്യ സഹായമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്നത്. അതായത് വീണ്ടും നമുക്ക് 2,000 കൂടി ലഭിക്കുമ്പോൾ 44,000 രൂപയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം എത്തിച്ചേരുന്നത്. ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായത്തിന് വേണ്ടി ഇലക്ട്രോണിക് ABC ലാൻഡ് സീഡിംഗ്, ആധാർ അക്കൗണ്ട് സീഡിംഗ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ മതി.
മുമ്പ് ഇത് പൂർത്തീകരിച്ചവർക്കാണ് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഇലക്ട്രോണിക് ABCയുടെ KYCയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. കാരണം മറ്റൊന്നുമല്ല, ചില ഗുണഭോക്താക്കൾക്ക് വീണ്ടും KYC ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ KYC സ്റ്റാറ്റസ് 1-2 മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ KYC ഓൾറെഡി ഡൺ ആണെന്ന് കാണിക്കുന്നെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല. വീണ്ടും ചെയ്യാനാണ് കാണിക്കുന്നതെങ്കിൽ ആധാർ അധിഷ്ഠിത OTP സംവിധാനത്തിലൂടെ നമുക്കിത് പൂർത്തീകരിക്കാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് സഹായം ലഭിക്കുക. ഇപ്പോൾ 2000 ലഭിക്കുന്ന കർഷകരുണ്ട്. ഇനി ഇത് മാത്രമല്ലാതെ പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയ കർഷകരുമുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്ക് അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ്. 2025 ഡിസംബർ മാസം 31-ാം തീയതി ഇതിനുള്ള പോർട്ടലുകൾ ഓപ്പൺ ചെയ്യും. അതായത് നമുക്ക് വ്യക്തിഗതമായിട്ടും കാർഷിക സംഘങ്ങളിലൂടെ ഗ്രൂപ്പായിട്ട് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും. ഗ്രൂപ്പ് വഴി അപേക്ഷ വയ്ക്കുമ്പോൾ, അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ യന്ത്രങ്ങൾ വാങ്ങുന്നതിനാണെങ്കിൽ അതിന് സബ്സിഡി കൂടുതലാണ്. എന്നാൽ വ്യക്തിഗതമായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ 40% മുതൽ 50% വരെ സബ്സിഡി ഉണ്ട്. അതായത് കർഷകർക്ക് ആവശ്യമുള്ള ഉപകരണം ഏതുമായിക്കോട്ടെ, അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് ഉപകരണങ്ങളും വാങ്ങാം. ഇലക്ട്രോണിക് മോട്ടറുകളോ അല്ലെങ്കിൽ മറ്റ് പമ്പ് സെറ്റുകളോ അല്ലെങ്കിൽ ഏണി, മറ്റു മണ്ണിൽ പണിയെടുക്കുന്ന സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ അത്തരത്തിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി ഈടാക്കുകയാണ്. നേരെ പകുതി രൂപ ഗുണഭോക്താവ് മുടക്കിയാൽ മതി, ബാക്കി തുക കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കേന്ദ്ര സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ റിലേറ്റീവ്സിലും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക്